അഭിപ്രായ പ്രകടനം നടത്തുകയല്ല, ഇവിടേക്ക് ഇറങ്ങി വരണം, ഇവിടേക്ക് ഇറങ്ങി വന്നത് കാണണം, സ്ത്രീകളോട് സംസാരിക്കണം. പോലീസിനെ കണ്ട് ഭയപ്പെട്ട് ഒരാളെങ്കിലും സമരത്തിൽ നിന്നും പിന്തിരിയുന്ന നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞോ? ഇത് കേരളത്തിന്റെ സമരമാണ്. ഇത് ആശാവർക്കർമാരുടെ സമരമല്ല ഇന്ന്. ഇത് ഈ കേരളത്തിന്റെ ഒരു സാമൂഹ്യ മുന്നേറ്റമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സിൽ ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു എന്ന് വേദനയോടെ മനസ്സിലാക്കിയ കേരള സമൂഹത്തിന്റെ മുന്നിലേക്ക് വീറുറ്റ വിട്ടുവീഴ്ചയില്ലാത്ത ഈ സമരം കണ്ടപ്പോൾ കേരളം പ്രതീക്ഷയോടെ നോക്കുന്നു ഈ സമരത്തെ. കേന്ദ്രം തരേണ്ടത് കേന്ദ്രം തരണം, സംസ്ഥാനം തരേണ്ടത് സംസ്ഥാനം തരണം. അപ്പൊ വിവിധ തലങ്ങളുണ്ട് സമരത്തിന്. അത്തരം സമര രീതികളൊന്നും അറിയാത്ത ആളുകളല്ലല്ലോ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താണ് പറയുന്നത്? കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾ വർദ്ധിപ്പിക്കാം. ഇത് എന്തൊരു വൃത്തികെട്ട ന്യായമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ആശാ വർക്കർമാർ 50-ാം ദിവസം സമരം പിന്നിടുന്ന വേളയിൽ സമരം കടുപ്പിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വരികയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും സമരമുറ കടുപ്പിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ മുടി മുറിക്കാൻ തയ്യാറായിരിക്കുന്നു. നിരവധി അമ്മമാരാണ് മുടി മുറിച്ച് ഇപ്പോൾ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു സമരമുറയാണ്. ഇനിയും സമരമുറ കടുപ്പിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സമര നേതാവായ ശ്രീമതി ബിന്ദു ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. നമ്മൾ നിയമസഭാ മാർച്ചിന് പോകുമ്പോഴേക്ക് 2 ദിവസം മുമ്പ് വളരെ വ്യാപകമായ പ്രചരണം. എന്താണ്? കലാപം സൃഷ്ടിക്കാൻ പോകുന്നു ആശാവർക്കർമാർ, കലാപം സൃഷ്ടിക്കാൻ പോകുന്നു, നിയമസഭ തല്ലിത്തകർക്കാൻ പോകുന്നു, ഭയപ്പെടുത്തുകയാണ് സ്ത്രീകളെ. പക്ഷേ ഈ ഭയപ്പെടുത്തലുകളൊന്നും പുല്ലുവിലക്കെടുത്തുകൊണ്ട് കബളിപ്പിക്കപ്പെട്ട് വന്നവരല്ല എന്ന് പറഞ്ഞ് അത് സ്ഥാപിച്ചു കൊടുത്തുകൊണ്ട് ഈ കേരളത്തിലെ സ്ത്രീകൾ നടത്തുന്ന സമരം നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തുകയല്ല, ഇവിടേക്ക് ഇറങ്ങി വരണം, ഇവിടേക്ക് ഇറങ്ങി വന്നത് കാണണം, സ്ത്രീകളോട് സംസാരിക്കണം. കണ്ടില്ലേ, പൊരി വെയിലത്ത് ഡസൻ കണക്കിനായി ആശാ സഹോദരിമാർ ഇവിടെ തലകറങ്ങി വീണു ഉപരോധത്തിന്റെ ദിവസം. പക്ഷെ ആരെങ്കിലും ഭയപ്പെട്ട് സങ്കടപ്പെട്ട് തിരിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞോ? ഈ കേരളത്തിലെ മുഴുവൻ പോലീസുകാരെയും കൊണ്ടുവന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 4 വശവും വിന്യസിച്ച് പോലീസിനെ കണ്ട് ഭയപ്പെട്ട് ഒരാളെങ്കിലും സമരത്തിൽ നിന്നും പിന്തിരിയുന്ന നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞോ? കാരണം ഇത് തെളിയിക്കുകയാണ്, ഇത് കബളിപ്പിക്കപ്പെട്ട് വന്നതല്ല, കുത്തിയിളക്കിക്കൊണ്ടുവന്നതല്ല. കഴിഞ്ഞ 17 വർഷമായി കിരാതമായ തൊഴിൽ ചൂഷണത്തിനും സാമ്പത്തിക ചൂഷണത്തിനും ഇരകളാക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ ഒരു സാഹചര്യം ഉണ്ടായി വന്നപ്പോഴേക്ക് ആ സാഹചര്യത്തിൽ അവരുടെ പ്രതിഷേധവും അവരുടെ സമരവീര്യം ഉണർന്നുകൊണ്ട് ഇവിടെ ആയിരങ്ങളായി വന്നു ചേരുകയാണ്. പിന്നെ ഞങ്ങളുടെ സമരത്തെ ഞങ്ങളെ പിന്തുണയ്ക്കാൻ വരുന്ന ആളുകളെ കുറിച്ച് അതിന്റെ പേരിൽ ചാപ്പ കുത്തപ്പെടുകയാണ്. രാഷ്ട്രീയം, സർക്കാരിനെ തകർക്കാൻ. എങ്ങനെയാണ് അവരൊക്കെ ഈ സമരപ്പന്തലിൽ വരാൻ സാഹചര്യമുണ്ടായത്? ഞങ്ങൾ ഈ സമരത്തിന് പോകുന്നതിന് മുൻപേ നിങ്ങളോട് വന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ രാപ്പകൽ സമരത്തിനാണ് പോകുന്നത്, ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചു തരണമെന്ന്. സമരം തുടങ്ങിയ ദിവസം നിയമസഭയിൽ വന്നില്ലേ, 2ാമത്തെ ദിവസം നിയമസഭയിൽ വന്നില്ലേ, 4ാമത്തെ ദിവസം ഡയറക്ടറേറ്റിൽ പോയില്ലേ, 5ാമത്തെ ദിവസം മന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസിൽ പോയില്ലേ, ചേംബറിൽ പോയി കണ്ടില്ലേ, ഞങ്ങളുടെ വിഷയം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടില്ലേ? അത്തരമൊരു നിലപാടെടുക്കാതെ, അതിലൊരു തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോയപ്പോൾ ഈ സമരത്തിന്റെ ന്യായയുക്തത കണ്ട്, ഈ സമരത്തിന്റെ ഊർജവും വീര്യവും കണ്ട് ഈ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ഒന്നടങ്കം, സമരത്തിനെതിരെ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളടക്കം, സ്ത്രീകൾക്കെതിരെയുള്ള സംഘടനകളടക്കം ഈ സമരപ്പന്തലിൽ വന്ന സംഘടനകളുടെ വൈജാത്യം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഇന്നും തീരുന്നില്ല ഈ സമരത്തിന് പിന്തുണയുമായി വരുന്ന സംഘടനകളുടെ എണ്ണം. ഇത് കേരളത്തിന്റെ സമരമാണ്. ഇത് ആശാവർക്കർമാരുടെ സമരമല്ല ഇന്ന്. ഇത് ഈ കേരളത്തിന്റെ ഒരു സാമൂഹ്യ മുന്നേറ്റമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളം
സമരങ്ങളുടെ ശവപ്പറമ്പായി മാറി. വലിയ ട്രേഡ് യൂണിയൻ നേതാക്കളെന്ന് അഭിമാനിച്ചുകൊണ്ട് സമരങ്ങൾക്കെതിരെ നിൽക്കുന്ന നിലപാടുകൾ എടുത്തപ്പോൾ ഈ കേരളത്തിൽ സമരങ്ങൾ ഉണ്ടാകുന്നില്ല. സമരസന്നദ്ധത, കേരളത്തിന്റെ സമരസന്നദ്ധത, കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ് ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു എന്ന് വേദനയോടെ മനസ്സിലാക്കിയ കേരള സമൂഹത്തിന്റെ മുന്നിലേക്ക് വീറുറ്റ വിട്ടുവീഴ്ചയില്ലാത്ത ഈ സമരം കണ്ടപ്പോൾ കേരളം പ്രതീക്ഷയോടെ നോക്കുന്നു. ഈ സമരത്തെ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ഈ സമരത്തെ പ്രതീക്ഷയോടെ നോക്കുന്നു. കേരളത്തിലെ മുഴുവൻ പണിയെടുക്കുന്നവരുടെയും പ്രതിനിധികളാണ് ഞങ്ങൾ ഇന്ന്. ഈ കേരളത്തിലെ ഏത് തൊഴിലെടുക്കുന്നവന്റെയും പ്രതിനിധികളാണ് ഞങ്ങൾ ഇന്ന്. അവരെല്ലാം ആഗ്രഹിക്കുകയാണ് ഈ സമരം വിജയിക്കണം, ഈ സമരം വിജയിച്ചല്ലാതെ ഈ സമരം ഇവിടുന്ന് പിന്മാറരുതേ എന്ന് എല്ലാ വിഭാഗം ജനങ്ങളും ഞങ്ങളോട് വന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ കേന്ദ്രത്തിനെതിരെ സമരം നടത്തണം, കേന്ദ്രത്തിനെതിരെയും സംസ്ഥാനത്തിനെതിരെയും സമരം നടത്താം. അങ്ങനെ ഇല്ലാതെ ഇവിടെ എന്തെങ്കിലും അനുശാസനങ്ങളുണ്ടോ? ഇവിടെ എന്തെങ്കിലും തീരുമാനങ്ങളുണ്ടോ? സംസ്ഥാനത്തിനെതിരെ സമരം പാടില്ല, കേന്ദ്രത്തിനെതിരെ മാത്രമേ സമരം പാടുള്ളൂ എന്ന്? അങ്ങനെയില്ലല്ലോ. കേന്ദ്രം തരേണ്ടത് കേന്ദ്രം തരണം, സംസ്ഥാനം തരേണ്ടത് സംസ്ഥാനം തരണം. അപ്പൊ വിവിധ തലങ്ങളുണ്ട് സമരത്തിന്. അത്തരം സമര രീതികളൊന്നും അറിയാത്ത ആളുകളല്ലല്ലോ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ തന്നെ സംഘടന ജനുവരി 20 ഇവിടെ സമരം നടത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ. CI2 എന്തായിരുന്നു ഡിമാൻഡ്? 15,000 രൂപ ഓണറേറിയം തരണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അത് ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിച്ചിട്ട് 15,000 തന്നാൽ മതി എന്ന് അവർ ഒരിടത്തും പറഞ്ഞിരുന്നില്ലല്ലോ. ഈ പറയുന്ന കൊടിയേറ്റിയ നേതാക്കന്മാരാണ് അന്ന് ഇവിടെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അവർക്ക് ചെയ്യാം, വേറൊരു സംഘടന ചെയ്താൽ അത് പാടില്ല എന്ന് പറയുന്ന ആ നടപടിയെ അംഗീകരിക്കുവാൻ കേരള സമൂഹം തയ്യാറല്ല എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 50 ദിവസമായി നോക്കൂ, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വേദിയിലേക്ക് ഞങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. മത സാമുദായിക മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവർ ഇത്രയും ഈ സമരത്തെ എതിർത്ത് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സമരം ന്യായമാണ്, ഈ സമൂഹം ഒന്നടങ്കം ഈ സമരത്തെ പിന്തുണയ്ക്കും എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ പോയി സമരം നടത്തിയില്ല എങ്കിലും നമ്മളുടെ സമരം ഇന്ന് ദേശീയ തലത്തിൽ തൊഴിലാളികൾ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു സമരമായി മാറിയപ്പോൾ ഇന്ത്യയിലെ 10 ലക്ഷത്തോളം വരുന്ന ആശാവർക്കർമാരുടെ ജീവിതം എന്ത് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ ഞങ്ങളുടെ സമരത്തിലൂടെ കഴിഞ്ഞു. 1 കോടിയോളം വരുന്ന സ്ത്രീകൾ, സ്കീം വർക്കേഴ്സിൽപ്പെട്ട സ്ത്രീകൾ എന്ത് തരം തൊഴിൽ ചൂഷണത്തിനാണ് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പൊതുസമൂഹം കണ്ണു തുറന്ന് കാണുകയാണ്, ചങ്കുപൊട്ടി കാണുകയാണ്, കണ്ണീരൊഴുക്കിക്കൊണ്ട് കാണുകയാണ് ഈ പൊതുസമൂഹം. അതുകൊണ്ടാണ് പാർലമെന്റിൽ കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേര് ആശ എന്നുള്ളതാണ് എന്ന് ഇവിടെ വരുന്ന MP-മാർ പറയുകയാണ്. ആശ 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 എന്ന് മാത്രമാണ് പാർലമെന്റിൽ കേൾക്കുന്നത്. ഇവിടുത്തെ ബജറ്റ് സമ്മേളനം ആരംഭിച്ചതിന് ശേഷം സംസ്ഥാന അസംബ്ലിയിലും ആശ എന്നുള്ള ഒരൊറ്റ വാക്കാണ് ഉയർന്നു കേൾക്കുന്നത്. അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? ഈ അതാണ് ഇവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കേന്ദ്രത്തിൽ പോയില്ല എങ്കിലും കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ JP നദ്ദ നമ്മുടെ സമരം അവരുടെ ശ്രദ്ധയിലെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ MP-മാർ അവിടെ ചെന്ന് അത് നമ്മുടെ സമരഭൂമിയിൽ വന്ന് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഇൻസെന്റീവ് വർദ്ധിപ്പിക്കും എന്ന് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പാലിക്കപ്പെടാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട്, ശ്രീ JP നദ്ദയ്ക്കുണ്ട്. അത് അംഗീകരിച്ചു തന്നേ മതിയാവൂ. അത് പിടിച്ചു വാങ്ങിക്കാനുള്ള ചങ്കൂറ്റവും ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ പിടിച്ചു വാങ്ങിച്ചിരിക്കും. ഇപ്പൊ എന്താണ് പറയുന്നത്? കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾ വർദ്ധിപ്പിക്കാം. ഇത് എന്തൊരു വൃത്തികെട്ട ന്യായമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മഹാവൃത്തികേടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആശാവർക്കർമാർ കേന്ദ്ര സ്കീമിൽപ്പെട്ടവരാണെങ്കിലും അവർ പണിയെടുക്കുന്നത് സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാൻ വേണ്ടി, ഇവിടെ കുഷ്ഠരോഗികൾ ഇല്ലാതിരിക്കാൻ വേണ്ടി, ഇവിടെ ക്ഷയരോഗികൾ ഇല്ലാതിരിക്കാൻ
വേണ്ടി, ഒരു ഗർഭിണിയും ഗർഭാവസ്ഥയിൽ മരണമടയാതിരിക്കാൻ വേണ്ടി, ആരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ച് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി, ഇവിടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടി, പകർച്ചവ്യാധികൾ ഉണ്ടായാൽ അതൊരു വലിയ മരണകാരണമായി തീരാതെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി എന്തെല്ലാം പണികളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പണി സംസ്ഥാനത്തിന് വേണ്ടിയല്ലേ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്? സംസ്ഥാനത്തിന് വേണ്ടിയല്ലേ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്? അതങ്ങനെ ആയിരിക്കെ പിന്നെ എന്തുകൊണ്ടാണ് വേതനം നമുക്ക് ആവശ്യപ്പെടാൻ കഴിയില്ല എന്നിവർ ഇത്ര ശാഠ്യം പിടിക്കുന്നത്? നമ്മൾ പരിശോധിച്ചു നോക്കൂ. പണിയെടുക്കുന്ന സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഈ സമരം തുടങ്ങിയതിന് ശേഷം നിങ്ങൾ നോക്കൂ, നമ്മുടെ ഈ സമരത്തിന്റെ അലയൊലികൾ എവിടെയൊക്കെയാണ് ചെന്നെത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ആന്ധ്ര ഗവൺമെന്റ് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നു, 1.5 ലക്ഷം രൂപ വേതനത്തോടുകൂടി പ്രസവാവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ സമരത്തിന്റെ ഫലമാണ്, ഇമ്പാക്റ്റ് ആണ് ഇതൊക്കെ. കഴിഞ്ഞ ആഴ്ചയിലാണ് പുതുച്ചേരിയിൽ 8,000 രൂപ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു സമരവും നടന്നില്ല. നമ്മുടെ സമരത്തിന്റെ അലയൊലികളാണ് ഇത്, ഈ സമരത്തിന്റെ വിജയങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾ ആ വിജയങ്ങളെ എല്ലാം കണക്കാക്കുന്നു. നമ്മളുടെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും എടുത്തു മാറ്റുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി ആശാവർക്കർമാർക്ക് ഇൻസെന്റീവ് ഓണറേറിയവും ഒന്നിച്ച് ലഭിച്ചിരിക്കുന്നു. അത് ഈ ഫെബ്രുവരി മാസത്തെ മാർച്ച് മാസത്തിൽ അവർക്ക് ലഭ്യമായിരിക്കുന്നു ഇൻസെന്റീവ് ഓണറേറിയവും. ഇതെല്ലാം ഞങ്ങളുടെ നേട്ടങ്ങളാണ്. അതിനും അപ്പുറത്താണ് ഈ സമൂഹത്തിൽ ഈ സമരം നൽകിയിരിക്കുന്ന പ്രതീക്ഷ. നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഈ സമരവേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരുടെ മനുഷ്യരുടെ പ്രായം അത് 5-7 വയസ്സുള്ള അർണവ് മുതൽ, അല്ലെങ്കിൽ അതിൽ താഴെ പ്രായമുള്ള ആൾ മുതൽ 85-90 വയസ്സുള്ള വന്ധ്യവയോധികരായ മനുഷ്യരുൾപ്പെടെ ഇവിടെ വന്ന് കണ്ണീർ വീഴ്ത്തിക്കൊണ്ട് ഞങ്ങളോട് ഐക്യപ്പെടുന്നത്, അവരുടെ ഹൃദയം വേദനിക്കുന്നത് ഇത് ഈ കേരളത്തിൽ നഷ്ടമായിക്കൊണ്ടിരുന്ന ഇടതുപക്ഷീയതയെ, കേരളത്തിന്റെ ഇടതുപക്ഷ മനസാക്ഷിയെ പിടിച്ചുയർത്തുവാൻ വേണ്ടി, അതിനെ പ്രജ്വലിപ്പിക്കുവാൻ വേണ്ടി നിസ്വരായ സ്ത്രീകൾ നടത്തുന്ന ആ സമരത്തിന് അത് കഴിഞ്ഞു എന്നത് ഈ സമൂഹം അതീവ കൃതാർത്ഥതയോടെ ഉറ്റുനോക്കുന്നത് അവരുടെ ഹൃദയങ്ങളിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇവിടുത്തെ ബുദ്ധിജീവികൾ, സാംസ്കാരിക പ്രവർത്തകർ ഈ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് അവർ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, കവി സച്ചിദാനന്ദനെ പോലെയുള്ള ആളുകൾ, ഡോക്ടർ KG താരയെ പോലുള്ള ആളുകൾ, എത്രയോ ബി രാജീവിനെ പോലെയുള്ള ആളുകൾ, എത്രയോ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരാണ് ഈ സമരത്തോട് ഐക്യപ്പെട്ടു വരുന്നത്. ടീസ്റ്റ സെറ്റിൽവാദിനെ പോലെയുള്ള ആളുകൾ ഇവിടെ എത്താൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സന്ദേശം അയക്കുന്നു. നിങ്ങളോടൊപ്പമാണ്. അന്തർദേശീയ തലത്തിലുള്ള ലേബർ മുന്നേറ്റങ്ങൾ, യൂണിയനുകൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. നമ്മളിവിടെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു, ഈ സമരം സെറ്റിൽ ചെയ്യാൻ നിങ്ങൾ ഇടപെടണം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടണം. മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു, ഈ സമരം, സ്ത്രീകൾ നടത്തുന്ന സമരം സെറ്റിൽ ചെയ്യാൻ ഇടപെടണം. ഗവർണർക്ക് കൊടുത്തു, ഈ സമരം സെറ്റിൽ ചെയ്യാൻ ഇടപെടണം. പക്ഷെ ഒരാളും ഇടപെടുന്നില്ല. എല്ലാവരും കെട്ടപ്പെട്ടിരിക്കുന്നു, എവിടെയൊക്കെയോ കെട്ടപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും. പക്ഷേ കേരള സമൂഹം ഒന്നടങ്കം പറയുന്നു, ആശാവർക്കർമാരുടെ സമരം സെറ്റിൽ ചെയ്യണം. ന്യായമായി ഡിമാൻഡുകൾ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ആ സമരം സെറ്റിൽ ചെയ്യണമെന്ന് ഈ കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം ആവശ്യപ്പെടുമ്പോഴും അതിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്ന സർക്കാർ, അതിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്ന സർക്കാരിന് വലിയ വില നൽകേണ്ടി വരും. ഇപ്പോൾ അവർ തുടക്കം മുതൽ പറഞ്ഞു തുടങ്ങി, ഇപ്പോഴും പറയുന്ന ഈ രാഷ്ട്രീയ പ്രേരിതം സർക്കാരിനെ മറിച്ചിടാനും എന്നൊക്കെ ഉള്ളത് ഞങ്ങളുടെ അജണ്ടയേ ആയിരുന്നില്ല, ഞങ്ങളുടെ ചിന്തയിൽ അങ്ങനെ വന്നിട്ടേ ഇല്ല. ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിനുള്ളിൽ ഒരു തൊഴിൽ സമരം ഉണ്ടായാൽ ആ തൊഴിൽ സമരം സെറ്റിൽ ചെയ്യുന്നതിനുള്ള ജനാധിപത്യപരമായ മാർഗങ്ങളുണ്ട്. ഞങ്ങൾ വോട്ട് ചെയ്ത, ഞങ്ങൾ നികുതി കൊടുത്ത, ഞങ്ങളുടേതെന്ന് വിശ്വസിക്കുന്ന ഒരു സർക്കാരിനോട് ആവശ്യപ്പെട്ടാൽ ശത്രുക്കളോടെന്ന പോലെ ഇങ്ങനെ പെരുമാറുമെന്ന്, ഹൃദയമില്ലാതെ പെരുമാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സമരവുമായി വന്നത്. അതിനപ്പുറത്തായി ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമില്ല, സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യമില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ ഈ സമരത്തെ ഇത്ര ക്രൂരമായി, പൈശാചികമായി കൈകാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾ അട്ടിമറിക്കപ്പെടുമോ എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കണം.
നിങ്ങൾ പരിശോധിച്ചു നോക്കണം. നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട്, മന്ത്രിമന്ദിരങ്ങളിൽ ഇരുന്നു കൊണ്ട്, AC റൂമുകളിൽ ഇരുന്നു കൊണ്ട് അഭിപ്രായ പ്രകടനം നടത്താതെ, നിങ്ങൾ സൈബർ പോരാളികളെ വെച്ച് വൃത്തികേട് വിളിച്ചു പറയാതെ, ഏറ്റവും മോശമായ കാര്യങ്ങൾ ആ ചെറുപ്പക്കാരെ പരിശീലിപ്പിച്ച് സാമൂഹ്യ വിരുദ്ധരാക്കി മാറ്റാതെ തെരുവിലേക്ക് ഇറങ്ങി വരൂ, ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് വരൂ. എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കൂ. ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് കാതോർക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് നിങ്ങൾ കടിപതറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും ഈ മുടി മുറിച്ച ദൃശ്യങ്ങൾ കണ്ടെങ്കിലും മുഖ്യമന്ത്രി, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വേണ്ടപ്പെട്ടവരുമെല്ലാം തന്നെ, ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ എല്ലാവരും തന്നെ ഈ ഒരു സമരം കാണുകയും ഇതിന് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആശാ വർക്കർമാരും പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.